യാഷ്, നമ്മുടെ പുതിയൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതെയാ ഗീത, ഇതൊരു വൺ ലൈനർ ആയിട്ടൊന്ന് പറയാമോ? യാഷ് ഇതിൽ പ്ലക്കണം, തുടിക്ക പ്ലക്കണം, അടി ഇടി വെടി വെടി. ആ, യാഷ് അടിക്കുമ്പോ പൊട്ടണം. എന്ത് ബോംബ്! ഇത് കൊള്ളാം, ഇത് വർക്കൗട്ട് ആവും, ഇത് ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും. അടുത്ത ദിവസേ എഗ്രിമെന്റ് കൊണ്ടുവാ, ഞാൻ സൈൻ ചെയ്യാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. 2026 സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഏറെ നമ്മളെല്ലാം എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. അതിൽ ചില ആൾക്കാർ അക്കൗണ്ട് വരെ പൂട്ടി പോയിട്ടുള്ള ആൾക്കാരുണ്ട്. നമുക്കെല്ലാം സ്ട്രൈക്കും തന്നിട്ടാണ് അവർ അക്കൗണ്ട് പൂട്ടി പോയിരിക്കുന്നത്. അതുകൂടെ നിങ്ങൾ ആലോചിക്കണം. അതിന്റെ തൊട്ട് പിന്നാലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മളെ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടാൾക്കാരാണ്. ഒന്ന് രജിഷ വിജയനും, രണ്ട് ഗീതു മോഹൻദാസും. ആ പാർവതി തിരുവോത്തിന്റെ അവസ്ഥ കഷ്ടമുണ്ട്. എല്ലാം കൂടെ ആ പാങ് പെങ്കൊച്ചിനെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. ഇപ്പൊ സിനിമയിൽ അവസരം പോലും ഇല്ല. എന്നാണെങ്കിലും നിലപാട് സിംഹങ്ങളായിട്ടുള്ള രണ്ടാൾക്കാരെ കുറിച്ചാണ് സുഹൃത്തുക്കളെ നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇനി ആകാശം ഇടിഞ്ഞു വേണമെന്ന് പറഞ്ഞാൽ നിലപാടിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവില്ല. ആദ്യം തന്നെ നമുക്ക് രജിഷ വിജയന്റെ സീൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മിർച്ചി മലയാളത്തില് വെറും വർഷയ്ക്ക് കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂവിൽ പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇനി ഈ ചോദ്യം തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അങ്ങനത്തെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അതായത് ഇപ്പം ഞാനൊരു ഗ്ലാമറസ് റോള് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഐറ്റം ഡാൻസ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൽ എന്റെ ഏറ്റവും വലിയ കാര്യം ഗ്ലാമറസ് റോൾ ആണോ ഐറ്റം ഡാൻസ്? രണ്ടാണ്. അതായത് ഗ്ലാമറസ് റോൾ പ്ലസ് അതിലൊരു ഐറ്റം ഡാൻസും കൂടി. അതാണ് എന്റെ ഓഫർ. അപ്പം അതെന്റെ കോൺഫിഡൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഞാൻ അങ്ങനെ ഒരു വേഷമിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഒരുപക്ഷെ ഡാൻസ് കളിക്കുമ്പോൾ, അഭിനയിക്കുമ്പോൾ ഞാൻ അത്രയും കോൺഫിഡന്റ് ആയിരിക്കണം എന്റെ ശരീരത്തിൽ, എന്നിൽ. രജിഷ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇന്ന് അല്ല, അത് എനിക്കറിയാം, അന്ന് പറഞ്ഞേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനത്തെ റോളോടും താല്പര്യമില്ല. അപ്പം അതും ഈ കോൺഫിഡൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്? ഇല്ല. എനിക്ക് ഗ്ലാമർ റോൾസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഔട്ട്ഫിറ്റ് ഞാൻ ഇടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ആസ് ലോങ് ആസ് ഞാൻ എന്നെ കണ്ട വൾഗർ അല്ലാത്ത രീതിയിൽ എന്റെ ബോഡി ടൈപ്പിന് ചേരുന്ന കോസ്റ്റ്യൂം ആണെങ്കിൽ ഞാൻ അതിടും. എനിക്ക് അങ്ങനെ മറ്റേ കൈ കാണിക്കില്ല, വയറ് കാണിക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. ഞാൻ ജൂണിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഐ ഹാവ് നോ ഇഷ്യൂസ് വിത്ത് ഇറ്റ് ആസ് ലോങ് ആസ് ഇറ്റ് ഷോൺ ഗ്രേസ്ഫുള്ളി, ബ്യൂട്ടിഫുള്ളി ആൻഡ് എസ്തെറ്റിക്കലി. മനസ്സിലായില്ലേ? അതിനൊരു ഒബ്ജക്ടിഫിക്കേഷൻ ആക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം. ഇപ്പൊ ഐറ്റം ഡാൻസിൽ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഐറ്റം ഡാൻസിൽ വരുന്ന പാട്ടിന്റെ ലിറിക്സ്, അതിൽ കാണിക്കുന്ന മൂവ്സ്, വെച്ചിരിക്കുന്ന ക്യാമറ ആംഗിൾസ്, പോയിരിക്കുന്ന സൂം ഔട്ട്, വയറ്, കൈ, ഞാൻ പറഞ്ഞ മനസ്സിലായി. അതാണ് അന്ന് പുള്ളിക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നീലക്കുയിലിന് പോലും നാണം തോന്നുന്ന തരത്തിലുള്ള ക്യാമറ ആംഗിൾസ് ഒക്കെയാണ് ഐറ്റം ഡാൻസ് നിങ്ങൾക്ക് അവർ വെച്ചിട്ടുണ്ട് ഉള്ളത് കാര്യങ്ങളൊക്കെയാണ്. ഈ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന കാര്യങ്ങളോട് ഒരിക്കലും പുള്ളിക്കാരിക്ക് യോജിക്കാൻ കഴിയില്ല. ഡ്രസ് ഇടുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഈ ആംഗിൾസ് അത് ഇതൊക്കെ ഒരിക്കലും പറ്റൂല. പിന്നെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഇതൊന്നും പറ്റില്ല എന്നാണ് പുള്ളിക്കാർ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് വർഷങ്ങൾക്ക് ഇപ്പുറം കോമള താമര എന്ന് പറഞ്ഞ കിടിയിലൊരു പാട്ടാണ്, നല്ല രസമുള്ളൊരു പാട്ടാണ്. അതിനകത്ത് പുള്ളിക്കാർ ഒരു ഐറ്റം ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അവസാനം നോക്കുമ്പോൾ തന്നെ ഒരു 8 ലക്ഷം സംതിങ് വ്യൂവർഷിപ്പ് ഒക്കെ ഇപ്പൊ തന്നെ ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ട്, ആ ഒരു മ്യൂസിക്കൽ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ചെറിയൊരു പോർഷൻ നമുക്ക് കാണാം. ഈ ഒരു ഒബ്ജക്ടിഫൈ ഒക്കെ ചെയ്യുന്നത് എന്താല്ലേ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ. അളവില്ല കൊതിയിൽ വന്നെരിവും പുളിയുമുള്ളൊരൈറ്റമാ, എരിവുള്ളൊരു ഐറ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല ക്യാമറ ആംഗിൾസ് ആണ്. നീലക്കുയിലൊക്കെ കണ്ടുപിടിക്കണം, ഇങ്ങനെ വേണം നിങ്ങൾ ക്യാമറ ആംഗിൾസ് ഒക്കെ എടുക്കാനും കൊണ്ട്. അന്ന് പക്ഷെ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമാണ്, ഇത് ഇങ്ങനെ ക്യാമറ ആംഗിൾ പിന്നെ ഒബ്ജക്ടിഫൈ ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറയുമ്പോൾ, ഇത് നിങ്ങൾ ഈ ഒബ്ജക്ടിഫൈ ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കിന് ഈ നടന്മാരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ നമ്മുടെ അഭിശ്രീ ഇല്ലേ കഴിഞ്ഞ ബിഗ് ബോസിൽ, ഞാൻ ഇടയ്ക്ക് ഈ ഇൻസ്റ്റയിൽ റീൽസ് ഈ കുറച്ച് നമ്മുടെ മലയാളം പാട്ടുകളിലൊക്കെ ഈ ഒരു ഡബിൾ മീനിങ് വരുന്ന തരത്തിലുള്ള കുറച്ച് സോങ്ങുകളുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കിന് ഈ അഭിശ്രീ മുമ്പ് ഒരിക്കൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവൻ കണ്ടില്ലേ മലയാള പാട്ടുകളെയൊക്കെ ഇവൻ അപമാനിക്കുകയാണ്, ആക്ഷേപിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഒരു വൺ സെൻസിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. അതായത് ഈ ഒബ്ജക്ടിഫൈ ചെയ്തു അതെന്നൊക്കെ പറയുമ്പോൾ, പണ്ട് തൊട്ട് ഇവിടെയുള്ള മലയാളത്തിലെ പല പാട്ടുകളിലും ഈ ഡബിൾ മീനിങ് തന്നെയാണുള്ളത്. ഓക്കെ, ഈ പറയുന്ന സ്ത്രീ ശരീരത്തെയും അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീ സൗന്ദര്യത്തെയൊക്കെ ഇതുപോലെ ഒബ്ജക്ടിഫൈ ചെയ്തുകൊണ്ടുള്ള പല പാട്ടുകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അത് ഐറ്റം ഡാൻസ് ആയിട്ട് വന്നിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇപ്പോഴും കേട്ട് ആസ്വദിക്കുന്ന പാട്ടുകൾ പോലും അതിന് പലതരത്തിലുള്ള അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉദ്ദേശിച്ച് തന്നെയാണ് അവർ ആ വരികൾ എഴുതിയിട്ടുള്ളത്. പിന്നെ എവർഗ്രീൻ സോങ്സ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതിനകത്ത് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചില ആൾക്കാർ നേരെ കണ്ടില്ലേ പാട്ടിനെ ആക്ഷേപിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറെ ആൾക്കാർ അറിഞ്ഞത്. എന്നാലും പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് വേറെ കുറച്ച് കാര്യമുണ്ട്, നമുക്ക് അതൊക്കെ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ടേക്ക് ഒരു ഐറ്റം ഡാൻസ്. ഇപ്പം ലെറ്റ്സ് സേ മറ്റേ ഇതുണ്ടല്ലോ, ജണ്ടു ഏതാണ് മറ്റേ എനിവേ ചമേലി വാട്ട് എവർ ഓൾ ദീസ് ഐറ്റം ഡാൻസസ്, റൈറ്റ്?
സെയിം കോസ്റ്റ്യൂം ഇട്ടിട്ട് യു ക്യാൻ സീ ദീസ് ഗേൾസ് ഡാൻസിങ് ഇൻ ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ ഈവൻ ബോളിവുഡിലാണ് ഞാൻ ഇപ്പൊ കമ്പയർ ചെയ്യുന്നത്. അതേ കോസ്റ്റ്യൂം ആയിരിക്കും, അതേ ഔട്ട്ഫിറ്റ് ആയിരിക്കും, ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ആ പാട്ട് വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ക്യാമറയിൽ അത് ഷൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഓരോരോ ബോഡി പാർട്ടിനെയും കാണിക്കുന്നത്, ബാക്കി നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ്, പാട്ടിൽ വരുന്ന വേർഡ്സ് എന്തൊക്കെയാണ്, ഇതാണ് ഒരു ഹ്യൂമൻ ബോഡീനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നത്. അതാണോ പെണ്ണോ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഹ്യൂമൻ ബോഡീനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെയും ഭാഗമാവാൻ എനിക്ക് താല്പര്യമില്ല. അതാണ് കാര്യം. അല്ലാതെ ഈ വേഷം, ഈ കാര്യം, ഗ്ലാമർ, എന്റെ കോൺഫിഡൻസ് അതല്ല. എന്റെ ബോഡി ടൈപ്പിന് ഇണങ്ങുന്ന, എന്നെ കണ്ട വൃത്തിക്കിരിക്കുന്ന ഡ്രസ്സ് എന്താണെങ്കിലും ഞാടും. അതായത് അത് ആ സ്ക്രിപ്റ്റിനും ക്യാരക്ടറിനും ഡിമാൻഡിങ് ആണെങ്കിൽ, മനസ്സിലായില്ലേ? അല്ലാതെ കോൺഫിഡൻസുമായിട്ട് നോ ഇഷ്യൂസ്. തിങ് ഈസ് ഐ ഡോണ്ട് വാണ്ട് എനിബഡി ടു ഒബ്ജക്ടിഫൈ എ ഹ്യൂമൻ ബോഡി with me. I'm okay with them. പോട്രാ, പാവാടാ നമ്മുടെ രജിഷ വിജയൻ. നല്ലൊരു ആക്ട്രസ് അല്ലേ? എല്ലാവരും കൂടെ ഇൻസ്റ്റഗ്രാമിൽ കുറേ സ്ക്രോൾ ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ കൊല വിളിക്കുകയാണ് പാവം കൊച്ചിനെ. ഇവിടെ നിലപാടല്ലേ, ഇരുമ്പൊരക്കൊന്നും അല്ലല്ലോ. അത് ആവശ്യാനുസരണം മാറ്റാനും അതിന് കുറെ വ്യത്യാസങ്ങളൊക്കെ വരുത്താനും ഒക്കെ വലിയ പ്രശ്നമൊന്നും ഇല്ലടേ. അവര് എങ്ങനെയും ഈ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയോ ചെയ്യുന്നതാണ്. ഡബിൾ സ്റ്റാൻഡിങ് ഓഫ് ദ സിൻഡ്രോം ഓഫ് ദ വിക്കിപീഡിയ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു പരിപാടി ഇടയ്ക്ക് ബിഗ് ബോസിലേക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ കേട്ടോ, നല്ല ഭാവി കാണുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയത്തിൽ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇനി നമുക്ക് ചെസ് നമ്പർ 2 നമുക്ക് വേദിയിലോട്ട് ക്ഷണിക്കാൻ സുഹൃത്തുക്കളെ, മറ്റാരുമല്ല ഗീതു മോഹൻദാസ്. പണ്ട് ഗീതു മോഹൻദാസ് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ ടോക്സിക് മൂവി ഇറങ്ങി അതിന്റെ ട്രെയിലറൊക്കെ നിങ്ങൾ കണ്ടില്ല. ഞാൻ ആക്ച്വലി ആ ഒരു വീഡിയോയുടെ ട്രെയിലർ റിയാക്ട് ചെയ്ത് ഈ ചാനലിൽ ഇട്ടിരുന്നായിരുന്നു. പക്ഷെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം വീഡിയോ ഇച്ചിരി സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സീനായിട്ട് ഞാൻ പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല പിടിയിലെ ഒരു ട്രെയിലറാണ്, കിണ്ണം കാച്ചിയ ഒരു ട്രെയിലറാണ്. അതിനെ പറ്റിയിട്ട് ഒരു പയ്യൻ ചെയ്തേക്കുന്ന ഒരു വീഡിയോ ഞാൻ അവസാനം വീഡിയോക്കകത്ത് വെക്കാം. ഭയങ്കര രസമാണ്. അപ്പം അതായത് ഈ കാരണത്ത് പരിപാടി നിങ്ങൾക്ക് അറിയാമല്ലോ, അത് തന്നെ. അപ്പൊ ഇതിനെക്കുറിച്ച് പണ്ട് കസബ മൂവിയെ പറ്റിയിട്ട് ഇവരെല്ലാം കൂടെ ഒരുമിച്ച് വേദിയിൽ ഈ WCC ഇവരെല്ലാവരും ഇരുന്ന് പറയുന്ന കാര്യം നമുക്ക് കേൾക്കാം. ആണ് സെയ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി തിരുവോത്തിന് ആവശ്യമില്ലാത്ത കോൺഫിഡൻസ് കൊടുത്ത് ആ പെൺകുച്ചിരി ഇപ്പൊ സിനിമയിൽ ഒരു അവസരവും ഇല്ലാതെ ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാതെ കോൺഫിഡൻസ് തരുന്ന കുറെ കൂട്ടുകാരാണ്. എന്നിട്ട് ഏതെങ്കിലും കുഴി വന്ന് ചാടി കഴിയുമ്പോൾ ഇവരാരും നമ്മുടെ കൂടെ കാണത്തില്ല. ഓക്കെ, അന്ന് പാർവതിയുടെ അടുത്ത് സെയ്റ്റ് എന്ന് പറഞ്ഞു, ഇന്ന് യാഷിന്റെ അടുത്ത് പറയുന്നു പ്ലക്കിറ്റ് എന്ന്. നമുക്ക് ബാക്കി കേൾക്കാം. It's a movie that I unfortunately watched, and with all due respect to all the technicians who worked in the film, I was definitely disappointed to watch an actor par excellence, whom many films of his have watched, who happened to say certain dialogues which were not only derogatory but most saddening to a woman in a scene. So when the hero says it, it's obviously glorified. So it gives the license for many other men to do the same thing because it's oh so sexy and അതെ എന്താ ഇത് നമ്മുടെ മലയാള സിനിമയിലേക്ക്, അതും മമ്മൂട്ടി അഭിനയിച്ച കസബ സിനിമയ്ക്കകത്ത് ഇത് എന്തൊക്കെ കാണിച്ച കസബല സീൻ ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. നോക്കാം. മാഡം, pardon me for not saluting you. I'll make it up to you and I bet you will walk wrong for it. ഈ സീനാണ് അവർക്ക് ഇങ്ങനെ കണ്ട സ്ത്രീകളെ ഇങ്ങനെ അങ്ങ് ചെയ്യാണ്. ഇത് എന്താ ഇത്? ഗീതു മോഹൻദാസ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയിരുന്ന എല്ലാവർക്കും കാണാൻ പറ്റണം, അങ്ങനത്തെ ഒരു സിനിമയായിരിക്കണം എന്നൊക്കെയാണ് ഗീതു മോഹൻദാസ് പറഞ്ഞിട്ടുള്ളത്. അതേ ഗീതു മോഹൻദാസ് തന്നെയാണ് ഇപ്പുറത്തെ ടോക്സിക് എടുത്തേക്ക്. അത് നിങ്ങൾ ആലോചിക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പാർവതി തിരുവോത്ത് പറഞ്ഞ് നമുക്കൊന്ന് കേൾക്കാം. വരുന്നത് ഏറ്റവും വലിയ ഉത്തരവാദിത്തം വീഴുന്നത് എഴുത്തുകാരനും സംവിധായകൻ്റെയും മേത്താണ്. അവരാണ് സിനിമ എഴുതുന്നത്, അവരുടെ കാഴ്ചപ്പാടാണ് നമ്മൾ മുമ്പോട്ടേക്ക് ഇടുന്നത്. പക്ഷെ ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിച്ചത് ആ പെർട്ടിക്കുലർ നടനെ ചൂണ്ടിക്കാണിച്ച് കുറ്റം പറയുക എന്നുള്ളതല്ല. ഞാൻ ചെയ്തത് ഒരു സെൻസ് ഓഫ് പവറിലേക്ക് വരികയാണെങ്കിൽ, എഫക്റ്റ് ഓൺ ദി ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയി മാറിക്കഴിഞ്ഞാൽ, യു ഓൾസോ വിത്ത് quoting Spider-Man, with great power comes great responsibility, is the fact that ഒരു ചെറിയ റിഫ്ലക്ഷൻ നമ്മൾ നടത്തണം. ദാറ്റ് ഇപ്പൊ ഞാനൊരു ഡയലോഗ് പറയുന്നതിന് മുമ്പേ ഒരു 10 ഡിഫറെന്റ് വേയിൽ ഞാൻ ആലോചിക്കും, ഇതിനെ വിഷ്വൽ ഗ്രാമറിൽ കാണിക്കുമ്പോൾ അതിന് വേറെ എന്തൊക്കെ അർത്ഥങ്ങൾ വരാം. അത് ചിലപ്പം ഞാൻ പറയുന്ന വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഡയലോഗ് ആയിരിക്കാം. ആ റിഗ്രസീവ് ആയിട്ടുള്ള ഡയലോഗ് റിഗ്രസീവ് ആണെന്ന് തന്നെ അണ്ടർലൈൻ ചെയ്യുന്ന വിഷ്വൽ ഗ്രാമർ നമുക്ക് വേണം. ബട്ട് റിഗ്രസീവ് ആയിട്ടുള്ള ഡയലോഗിനെ സൂപ്പറാണ്, ഇതാണ് ശരി എന്നുള്ള വിഷ്വൽ ഗ്രാമറിലേക്ക് വന്നാൽ നമ്മൾ അവിടെ കൊടുക്കുന്ന മെസ്സേജ് തെറ്റി. ആണ് പറഞ്ഞ നിലപാടിൽ പെങ്കുച്ചുറച്ച് നിന്ന്, അതുകൊണ്ട് കുറെ സിനിമ ഇല്ലാതെ ഇപ്പൊ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ ഗീതു മോഹൻദാസിനെ നിങ്ങൾ കുറ്റപ്പെടുത്തില്ല, കേരളത്തിൽ മാത്രമേ ഇത് പ്രശ്നമുള്ളൂ.
അങ്ങ് മറ്റേ തെലുങ്ക് പടത്തിലൊന്നും ഇതിന് പ്രശ്നമില്ല. അതൊരു കാര്യമാണ്. അത് നിങ്ങൾ ആലോചിക്കണ്ടേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഇത് കേരളത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ, അന്യ സംസ്ഥാനത്ത് ഇത് പ്രശ്നമുള്ള കാര്യമല്ല. അവിടെ നമുക്ക് നിലപാട് മാറ്റുന്നതിൽ ഒരു വിഷയമുള്ള കാര്യമല്ല ഗൈസ്, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ സൈഡ് എന്ന് പറയുമ്പോൾ പോലും പാർവതിയുടെ ഒപ്പം ഉണ്ടായിരുന്ന റീമ കല്ലിങ്കൽ ഉണ്ടായിരുന്നു. തിരിച്ചെല്ലാം സൂപ്പർ പുറകെ നമ്മളുണ്ട് ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതേ റീമ കല്ലിങ്കൽ തന്നെ ഇപ്പൊ ഈ കാര്യത്തിൽ ഫുൾ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടെ കാണാം. ഗീതുവിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് WCC അംഗവും കൂടിയായിരുന്ന ഗീതു മോഹൻദാസ് ഡബിൾ സ്റ്റാൻഡേർഡ് നിലപാട് എടുക്കുന്നു എന്നുള്ളതാണ്. അതായത് സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന നിലപാട് സിനിമകളിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞിരുന്ന ഗീതു മോഹൻദാസ് സംസ്ഥാനം മാറിയപ്പോഴേക്കും അത് മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയോ സ്വന്തം സിനിമയിൽ തന്നെ ഇതുപോലെ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന നിലയിലേക്ക് വീഡിയോ ചിത്രീകരിച്ചത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് ഗീതു കേൾക്കേണ്ടി വന്നത്. ഏതായാലും റീമ കല്ലിങ്കൽ ഇപ്പോൾ പരസ്യമായിട്ട് തന്നെ ഗീതുവിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് രണ്ട് കഥാപാത്രങ്ങൾ പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നം കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് ചോദിക്കുന്നു. റിമ കോട്ട് ചെയ്യുന്ന കുറച്ചധികം സിനിമകളും കൂടിയുണ്ട്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, 4 ഇയേഴ്സ്, മായാനദി, ഈ സിനിമകളിലൊക്കെ തന്നെ ഇതുപോലുള്ള രംഗങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ DS എന്ന സിനിമയിൽ അതുല്യക്ക് നേരിടേണ്ടി വന്ന സൈബർ ആക്രമണങ്ങൾ ഉൾപ്പെടെ റിമ ചോദിക്കുന്നുണ്ട്. അതായത് അതിൽ പ്രണവ് മോഹൻലാലും അതുല്യ ചന്ദ്രനും ഒരുമിച്ചുള്ള ഒരു ലൈംഗിക ബന്ധ രംഗമുണ്ട്. അതിനകത്ത് അതുല്യ എത്രമാത്രം സോഷ്യൽ മീഡിയ വിമർശിച്ചുവെന്നും പ്രണവിനെ ഒരു തരത്തിൽ പോലും ആരും വിമർശിക്കാത്ത രംഗവും സിറ്റുവേഷനുണ്ട്. അപ്പോൾ സ്ത്രീകൾ മാത്രം ഇങ്ങനെ വിമർശിക്കുന്ന ഒരു സൊസൈറ്റിയുടെ കണ്ണ് ഇതാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിമ ഈ പോസ്റ്റുമായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ടോക്സിക്കിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ ഏകദേശം റീമ നല്ല നിലപാടുള്ള ഒരാൾ തന്നെയാണ്. എന്നാണെങ്കിലും ഇതിന് ശേഷം പാർവതി തിരുവോത്തിനെ വഞ്ചിച്ച് കളഞ്ഞൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഗീതു മോഹൻദാസ്. ഇതൊക്കെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയാണ്. നമ്മൾ സിനിമയായിട്ട് കാണുന്ന ഒരാളാണ്. നമുക്കിതെല്ലാം എൻ്റർടൈൻമെൻറ്റ് ഒരു സാധനമാണ്. നമ്മളത് കാണുന്നു, ആസ്വദിക്കുന്നു, കഴിയുന്നു. ഇത്ര മാത്രമുള്ള ഇതിൻ്റെ പരിപാടി നടന്നത്. പിന്നെ ഇതിനകത്ത് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളപ്പോൾ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഈ ഷോയി മേലെ കാണിക്കാനെ കൊണ്ട് നിൽക്കുന്നത്? അന്ന് ഈ സൈറ്റ് എന്ന് പറയുന്നതും അതും ഇതൊക്കെ ഇത് സിനിമയാണ്. സിനിമയിലുള്ളവർ തന്നെ അതിനെ സിനിമയായിട്ട് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഈ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനിടെ ഇത് ഇന്നലെ തുടങ്ങിയേക്കുന്നൊരു സാധനമല്ല. പണ്ട് മുതലേ നിങ്ങൾ പല പാട്ടുകൾ എടുത്ത് നോക്കിക്കും. ഇപ്പൊ രജിഷോജന്റെ കാര്യം പറയുമ്പോഴാണെങ്കിൽ നിങ്ങൾ പല പാട്ടുകൾ എടുത്ത് നോക്കിക്കും, എവർഗ്രീൻ ആയിട്ടുള്ള പല സോങ്സ്. ഇതിന്റെയൊക്കെ അർത്ഥതലങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ വേറെ സാധനമാണ്. സംശയമുള്ളവർ എൻ്റെ ഇൻസ്റ്റയിൽ പോയിട്ട് ഞാൻ അങ്ങനെ കുറെ ഡബിൾ മീനിങ് സോങ്ങിനൊക്കെ റിയാക്ഷൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി നോക്കുക, അപ്പം മനസ്സിലാവും. അന്നേരം നേരെ വന്നിട്ട് എല്ലാവരും കൂടെ പറയാം, കണ്ടോ നീ ആണെങ്കിൽ പാട്ടിനെ മൊത്തം അതിശയിപ്പിക്കുകയാണ്, അങ്ങനെ ചെയ്യുകയാണ്. എന്നാൽ പാട്ടിന്റെ ഈ റൈറ്റേഴ്സ് തന്നെ ശരിക്കും ഉദ്ദേശിക്കുന്ന അർത്ഥം ഇത് തന്നെയാണ്. ഓക്കെ, അത് കുറച്ച് ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ഓക്കെ, ഇതൊക്കെ സിനിമയാണ്, ഇത് എന്റർടൈൻമെന്റ് വരുന്ന സാധനമാണ്. അങ്ങനെയൊക്കെയാണ് ഈ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് പോലും പറ്റുന്നില്ല. ഗീതു മോഹൻദാസ് അങ്ങ് തെലുങ്കിൽ പോയിട്ട് തന്റെ സ്വാതന്ത്ര്യ കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നത്. എന്നാൽ ഇവിടെ വന്നിട്ടാണ് അത് പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുണ്ട്. പാർവതി തിരുവോത്തിനെ ഒറ്റപ്പെടുത്തിയില്ലേ. ഇത് കഴിഞ്ഞിട്ട് എന്താണെങ്കിലും പാർവതി തിരുവോത്തും ഗീതു മോഹൻദാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ അടിച്ച് കളഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. അതിനുശേഷം നമ്മുടെ വിജയ് ബാബു കുറച്ച് കാര്യം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുരുഷന്മാരെ ആക്രമിക്കുമെന്ന് തോന്നുമ്പോൾ അവർ ഒരുമിച്ച് ചേരും. ഗീതുവിനെ റിമയ്ക്കുമെതിരെ വിജയ് ബാബു. ഡബിൾ സ്റ്റാൻഡേർഡിന്റെ റാണികൾ സ്വന്തം സൗകര്യത്തിന് വാക്കും പ്രവൃത്തിയും വളച്ചൊടിക്കുകയും പുരുഷനെ ആക്രമിക്കാൻ മാത്രം സോക്കോളുടെ കൂട്ടായ്മയാകുകയും ചെയ്യുന്നു. പിന്നെ ഈ കസബ മൂവിയുടെ ആളെന്ന് പറയുന്നുണ്ട്, കസബ ഒരു വരവ് കൂടി വരേണ്ടി വരും. ഗീതു മോഹൻദാസിന് മറുപടിയായി ജോബി ജോർജ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ഷോയും മേലെ ഇതിനിടയ്ക്ക് കാണിക്കാൻ നിൽക്കുന്നത്? ഇത് ഇൻഡസ്ട്രിയാണ്. ഇവിടെ പലർക്കും അഭിപ്രായം പറയാനെ കൊണ്ട് പല ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിനുള്ള വിലക്കുകൾ പലർക്കും ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. കാര്യം പല ആളുകളും പല വിഷയങ്ങളിലും ഇടപെടാത്തതിന്റെ മെയിൻ റീസൺ എന്താണ്? അവർക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചിങ്ങനെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാടേ, എല്ലാവർക്കും നമുക്കറിയാം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ വന്നിട്ട് വലിയ വിപ്ലവം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു വന്ന് ഓക്കെ, നിങ്ങൾ എടുക്കുന്ന തീരുമാനം അതിനകത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ മാറ്റം വരേണ്ടുന്ന കുറേ പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ നിങ്ങളുടെ ഒരു ഇൻപുട്ടൊക്കെ ഇട്ട് വലിയ മാറ്റങ്ങൾ വന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം. പക്ഷെ അല്ലാതെ അന്ന് വന്നൊരു അഭിപ്രായം പറയുന്നു, ഇന്ന് ഇതേ സാധനം ഉൾട്ടടിച്ച് ചെയ്യുന്നു. അവസാനം എന്ത് പറ്റി? പാർവതി തിരുവോത്തിന് സിനിമയില്ല, പടം ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോയിരിക്കുകയാണ്. എന്താ കഥ? പിന്നെ ഓരോ അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ കയറിയിട്ട് ഇങ്ങനെ ഷോയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ ഡയലോഗ് അടിക്കുമല്ലോ. ആ സമയത്ത് കുറച്ച് കൈയടി കിട്ടും, കുറച്ച് ഫയറിന്റെ ഇമോജി ഒക്കെ ആൾക്കാർ കമന്റിലൂടെ ഇട്ട് നമ്മളെ നല്ല ബൂസ്റ്റ് ചെയ്ത് കയറ്റും. പിന്നെ ഗീതു മോഹൻദാസിന്റെ കൂട്ട് ഷെയ്റ്റ് എന്ന് പറഞ്ഞ് വെറുതെ നമ്മളെ മൂപ്പിച്ച് നമ്മളെ കുഴി കൊണ്ട് ചാടിക്കും. എന്നാണെങ്കിലും പാർവതി തിരുവോത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചിട്ട് ഒരു പയ്യനൊരു വീഡിയോ ഇട്ടുണ്ട്, ഞാൻ അവസാനം ഇങ്ങോട്ട് വെക്കാം. അപ്പം ഇതിനകത്ത് ഈ ഒരു ടോക്സിക് സിനിമ റൈറ്റ് ചെയ്തേക്കുന്ന കോ റിട്ടേൺ ബൈ യാഷ് ആൻഡ് ഗീതു മോഹൻദാസ്, ഇവർ ഒരുമിച്ചാണ് ഈ ഒരു പടം റിട്ടേൺ ചെയ്തേക്കുന്നത്. എന്നാണെങ്കിലും ആ പയ്യനിട്ടേക്കുന്ന വീഡിയോകൾ കണ്ട് നമുക്ക് വീഡിയോ എൻ്റെ അപ്പൊ ശരി ബൈ ഗൈസ്, അടുത്തൊരു വീഡിയോ കാണാം. യാഷ്, നമ്മുടെ കയ്യിൽ പുതിയൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതെയാ, KGF ശേഷം ഞാൻ വേറെ പടമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. KGF മുകളിൽ നിൽക്കുന്ന ഒരു പരിപാടി പിടിക്കണമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു. KGF മുകളിലേക്ക് ഒരു പരിപാടി തന്നെ നമ്മളും പിടിച്ചേക്കുന്നത്. ഓ അതെയാ, പറ കേക്കട്ടെ, എന്താ കഥ? ഇതിന്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് വലിയൊരു ക്യാൻവാസിൽ നടക്കുന്ന ഒരു പടമാണ്. അപ്പൊ ഇതിനകത്തൊരു നായകനും ഒരു വില്ലനും ഉണ്ട്. അറിയാലോ, യാഷ് തന്നെ ആയിരിക്കുമല്ലോ നായകൻ.
അപ്പൊ ഇതിനകത്ത് വില്ലൻ ആ നാട്ടിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ നാട്ടുകാർക്കിടയിലോട്ട് പെട്ടെന്ന് ഒരു ദിവസം യാഷി ഇവിടെ വെയിറ്റ് ഗീത ഇതൊരു വൺ ലൈനർ ആയിട്ടൊന്ന് പറയാമോ? വൺ ലൈനർ അല്ലേ? ഇതിന്റെ വൺ ലൈനർ പറയുമ്പോ ഇത് പറഞ്ഞല്ലോ വലിയൊരു ക്യാൻവാസിൽ നടക്കുന്ന ഒരു പടമാണ്, കുറെ വയലൻസ് ഒക്കെ ഉള്ള ഒരു പടമാണ്, പിന്നെ ഒരു ഹോളിവുഡ് ടച്ച് ഒക്കെ ഉള്ള അങ്ങനെ കുറച്ച് പരിപാടി നമ്മൾ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ടേ. അപ്പൊ ഗീതു പറയുന്നോണ്ടൊന്നും തോന്നരുത്, ഇത് വർക്കാവും തോന്നുന്നില്ല. നമുക്ക് അടുത്തൊരു പ്രോജക്റ്റിലിരിക്കാം. അയ്യോ യാഷ് വൺ ലൈനർ അല്ലേ? യാഷ് ഇതിൽ പ്ലക്കണം, തുടിക്ക പ്ലക്കണം, അടി ഇടി വെടി വെടി. യാഷ് അടിക്കുമ്പോ പൊട്ടണം. എന്ത് ബോംബ്! ഇത് കൊള്ളാം, ഇത് വർക്കൗട്ട് ആവും, ഇത് ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും. അടുത്ത ദിവസേ എഗ്രിമെന്റ് കൊണ്ടുവാ, ഞാൻ സൈൻ ചെയ്യാം. അനുരാഗത്തീ കടല ശോകം വേണ്ട മൂകം വേണ്ട കൂട്ടായി ഞങ്ങളിലെ നിന്നെ വേണ്ടേ നിനക്കും വേണ്ട വല്ലാണ്ട് നിലച്ചിടല്ലേ.